വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഭാര്യ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭർത്താവിനോട് പറഞ്ഞത് ഞാൻ ഹോസ്പിറ്റലിലൊന്ന് പോകണം, തിരുവനന്തപുരത്തേക്ക് ഹോസ്പിറ്റലിലൊന്ന് പോകണം എന്ന് പറഞ്ഞിട്ടാണ് വിതുരയിലുള്ള സുനില എന്ന് പേരുള്ള ഒരു 10-23 വയസ്സുള്ള യുവതി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവർക്കൊരു 3 വയസ്സായ ഒരു മോനുണ്ട്. മോനെ അമ്മയുടെ അച്ഛൻ്റെയും കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം, വയറിന് തീരെ സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ പോയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ ഈ ഒരു യുവതി പോയിട്ട് വൈകുന്നേരമായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു തന്നെ കാണാനില്ല. ഈ കൂടെ പോയ സുഹൃത്ത് എന്ന് പറഞ്ഞൊരു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ പോയിരുന്നു എന്നുള്ള നേരം തന്നെയാണ്, പക്ഷെ ഞങ്ങൾ അവിടുന്ന് ഒരു 10-12 മണിയാകുമ്പോഴേക്കും ഒഴിവായിട്ട് അവർ വീട്ടിലേക്കാന്ന് പറഞ്ഞ് പോകുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ദുരൂഹമായി പോലീസിൽ പരാതി കൊടുത്തിട്ട് ഒരു വിവരമില്ല. അങ്ങനെയാണ് ഈ അച്ഛനും അമ്മയും ഒരു രഹസ്യം പറയണത്, ഞങ്ങളുടെ മകൾക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു, ഇവനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ്. ആ രീതിയിലൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാമുകൻ്റെ പേര് പറഞ്ഞു. അച്ചു എന്നാണ് അവൻ്റെ പേര്. അവനക്കൊരു 10-25 വയസ്സുള്ളൂ. അങ്ങനെ അവൻ്റെ വീട് അന്വേഷണം നടക്കുമ്പോൾ ഓനെ കയ്യോടെ കിട്ടിയിട്ട് നോക്കുമ്പോൾ ചോദ്യം ചെയ്ത് നോക്കുമ്പോൾ ഓനാകെ കിടന്ന് ടെൻഷനിലാണ്. അപ്പോൾ എന്താണ് ഏതാണെന്നുള്ള വിവരം ചോദിച്ചപ്പോൾ മോൻ പറയാണ്, ഞാൻ ആ പെണ്ണിനെ കൊന്നെന്ന്. ഇവൾ ഈ കാമുകൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് 3 വയസ്സുള്ള കുഞ്ഞിനെയും അതേപോലെ ഈ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാമുകൻ്റെ കൂടെ പോയതാണ്. എന്നിട്ട് വനത്തിനോട് ചേർന്നുള്ള ഒരു വീടുണ്ട്, ഒരു ആളൊഴിഞ്ഞൊരു വീട്. അവിടെ ചെന്നിട്ട് അവളോട് അവരിങ്ങനെ ഈ പഴയ കാര്യങ്ങളെല്ലാം അയവിറക്കുമല്ലോ. കാര്യം ഭർത്താവിനെ ഉപേക്ഷിക്കാൻ വയ്യ, കുഞ്ഞുണ്ട്, എന്താ ചെയ്യുക, നമ്മുടെ മുന്നിൽ സ്നേഹത്തിൻ്റെ അമൂർത്തമായൊരു ഭാവം വന്നിട്ട് മണ്ണാങ്കട്ടയാണ്. ഈ അച്ചു എന്ന് പറയുന്ന അന്തല്ലാത്ത ഈ കാമുകൻ പറഞ്ഞിട്ട് നമുക്ക് മരിക്കാൻ ഇവർക്കൊരു വിഷം വാങ്ങാനുള്ള കയ്യിലില്ല. അത് വാങ്ങാൻ മറക്കും ചെയ്തിട്ടുണ്ട്. ഇപ്പം എങ്ങനെ ഇപ്പം നമ്മൾ മരിക്കും? തൂങ്ങാനൊരു കയറാ വീട്ടിലില്ല, തലക്കടിച്ച് കൊല്ലാൻ കല്ലില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ് ഇവൻ്റെ കുബുദ്ധിയിലൊരു ബുദ്ധി വന്നത്, ആദ്യം ഞാൻ എന്നെ കഴുത്തിരിച്ച് കൊന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് മരിക്കാം. നല്ല ഐഡിയയാണ്. അപ്പോൾ എന്തൊരു അന്താ നോക്കുവർ. അങ്ങനെ ഈ ഒരു പെൺകുട്ടീനെ സുനില എന്ന് പേരുള്ള 3 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മ, ഒരുത്തൻ്റെ ഭാര്യ തോന്നിവാസം നടത്തിയിട്ട് അവളവിടെ കൊന്നു. എന്നിട്ട് ഇവൻ വീട്ടിലേക്ക് മരിക്കാൻ വേണ്ടി പുലർച്ചെ വരികയാണ്. അതായത് ഇന്ന് ചൊവ്വാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ വന്ന് ഇവൻ അന്വേഷണം നടക്കുമ്പോൾ ഇവനെ പോലീസ് പിടിച്ചപ്പോൾ ഇവനക്ക് പിന്നെ മരിക്കാനുള്ള, കാരണം ഇവനക്ക് അന്വേഷിച്ചു, ഇവനെ ചോദിക്കുമ്പോൾ ഇവന് മരിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഇല്ല. ഓളിനെ കൊന്നേ കണ്ടേക്ക് തന്നെ അവൾക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാന്ന്, എവിടെയെങ്കിലും ഈ ഒളിച്ചോടിയിട്ടൊക്കെ ജീവിക്കുക. അതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്ന് എനിക്കറിയാം. ഈ കാമൻ തലക്ക് പിടിച്ച പ്രണയം ഉണ്ടല്ലോ, അത് ഭർത്താവും വേണ്ട, മക്കളും വേണ്ട, ഇങ്ങനെ ഇട്ടെറിഞ്ഞു പോയിട്ട് ആ പെണ്ണും പിള്ളക്ക് എന്ത് കിട്ടിയൊടുവിൽ വെറും ശവമായിട്ട് എവിടെയെങ്കിലും കിടന്നിട്ട് മണ്ണ് തിന്നാന്നല്ലാതെ. ആ പാവം കുഞ്ഞുണ്ടല്ലോ, ഇതിപ്പോൾ ഒരു സുനിലയുടെ മാത്രം വിഷയമല്ല, എവിടെ നോക്കിയാലും ഇതന്നെ കേസ്. ഈ വീഡിയോ കാണുന്ന സത്യസന്ധരായ ആളുകൾ നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, കുറുകൽ സ്വഭാവം ഇല്ലാത്ത ആരൊക്കെ ഉണ്ട്? ഒരു ഭർത്താവ്, അതായത് സുഹൃത്തുക്കളുടെ കാര്യമില്ല ഞാൻ പറയണത്. സുഹൃത്തുക്കൾ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. ആണുങ്ങൾക്ക് കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവും, പെണ്ണുങ്ങൾക്ക് കുറേ സുഹൃത്തുക്കൾ, അതൊക്കെ സ്വാഭാവികം. പക്ഷെ ഭർത്താവ് അറിയാത്ത ഒരു രഹസ്യബന്ധം സൂക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറ, ഒരിക്കലും ഞങ്ങൾ അത്തരം ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാവാന്ന് പറ. ഇല്ലെങ്കിൽ അത് കാര്യം എത്രയോ മാന്യന്മാരായിട്ട് നടക്കണ പല ആളുകളും ഭാര്യ ഉണ്ടായിരിക്കെ വേറെ കൂടെ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളാവാം. ഇവരൊക്കെ കൊണ്ടുപോയിട്ട് റൂമെടുത്ത് താമസിക്കുക. എന്നിട്ട് പാവ ഈ പൊട്ടി ഭാര്യ അറിയില്ല പാവതിനെ. ഇങ്ങനെ നേരെ തിരിച്ച് ചതിക്കുന്ന ഭാര്യമാർ കൂടെ ജോലി ചെയ്യുന്ന ആണുങ്ങളുടെ കൂടെ റൂമെടുത്ത് നിൽക്കാനും വിട്ടു നിൽക്കാനും ഒന്നിച്ച് താമസിക്കാനും ഒന്നിച്ച് കുളിക്കാനും ഇതിനൊന്നും മടിയില്ലാത്ത പെണ്ണുങ്ങൾ. എന്നിട്ട് ഇവർ ഭർത്താവിൻ്റെ മുന്നിൽ വളരെ നല്ല പുള്ളികളായിരിക്കും. ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ ചൊരിയും. ഒരേ സമയം കാമുകനെയും പ്രണയിക്കുക, ഭർത്താവിനെയും പ്രണയിക്കുക. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇത്തരം ലോകത്ത് കൂടെ കടന്നു പോകാത്ത ആളുകൾക്ക് അല്ലാതെ ലോകാവസാനം അയക്കണേ എന്നൊക്കെ ഒരു പറയും. ഇതൊന്നും അല്ല ലോകാവസാനം, ഇനി എത്രയോ വരാനുണ്ട്. ഇതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന ഞാൻ അറിയുന്ന കേസുകളാണ് ഞാൻ പറഞ്ഞത്. ഈ രീതിയിലേക്ക് സമൂഹം അധപ്പതിച്ചു പോയി എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന നിരവധി കുടുംബങ്ങളിൽ നടക്കുന്ന ഒന്നാണ് ഈ ഒരു അതായത് സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കെ എനിക്ക് തോന്നുന്നത് ഇത്തരം സ്വഭാവം കൂടുതൽ ആണുങ്ങൾക്കാണോ സംശയമുണ്ട്. അതായത് ഒരു പങ്കാളി ഉള്ളിലുണ്ടായിരിക്കെ വേറൊരുത്തിയോടുള്ള ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളും ചാറ്റിങ്ങും കുറുകലും ഒക്കെ ഓവറായിട്ടുണ്ടാവുക. പക്ഷെ ഒന്നുണ്ട്, അവരൊക്കെ വേഗത്തിൽ തടിമ കേടാവാതെ നിൽക്കുള്ളൂ. കുടുംബത്തിൻ്റെ മേൽ പ്രശ്നം ഉണ്ടാക്കാൻ ഒരു 90% ആളുകളും ശ്രമിക്കില്ല. കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തിന് പരിക്ക് പറ്റാത്ത രീതിയിൽ ഇത്തരം സൗഹൃദങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾ ഇത് തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബം വേണ്ട, മക്കളും വേണ്ട, ഭർത്താവും വേണ്ട, ഇന്നോട്ട് കൊണ്ടുപോയിക്കോ, ഇന്നേറ്റ് ഒളിച്ചോടി പോവുക എന്ന രീതിയിലേക്ക് ഒരു ചിന്തിക്കും.
ആ ചിന്തിക്കാനുള്ള ധൈര്യം കിട്ടുന്നത് ഈ ആണിൻ്റെ ഭാഗത്തു നിന്നാണ്. രണ്ട് കൂട്ടരാണെങ്കിലും ഒന്നിൻ്റെ ചിന്ത വിവേകത്തോടെ ആണെങ്കിൽ ഒന്ന് വൈകാരികമായിട്ടാണ് ചിന്തിക്കാം. ഒരു സ്ത്രീ ചിന്തിക്കുക വൈകാരികമായിട്ടാണ്. അതോടുകൂടി കഴിഞ്ഞു കഥ. ഇത് തിരുവനന്തപുരത്ത് വിതുരയിൽ ഇന്ന് പോനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടെ പോലീസുകാർ ചെന്ന് നോക്കുമ്പോൾ ഡെഡ് ബോഡി കിട്ടി. അതായത് ഈ വളർത്തുന്ന സമയത്തുണ്ടാവണ ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, അതാണ് ഈ മെയിൻ എല്ലാത്തിനും കാരണം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു അമ്മ, ഒരു 39 വയസ്സുള്ള ഒരു സൂചന സേട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതുപോലെ ഒരു സ്വന്തം കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞില്ലേ. അവരെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് എന്താ, ഭർത്താവിനെ എല്ലാ ഞായറാഴ്ചയും കുട്ടീനെ വിട്ടുകൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ അവർക്ക് സമ്മതിക്കണില്ല. ഇതൊന്നും കുഞ്ഞിനോടുള്ള സ്നേഹമല്ല. അവർ കുഞ്ഞിന് ചുമക്കുള്ള മരുന്ന് കൊടുത്തിട്ടേ കുട്ടി അങ്ങോട്ട് മയങ്ങിക്കിടുന്നു, വേഗം ഉറങ്ങിയ സമയത്താണ് കുഞ്ഞിനെ കൊന്നിട്ടില്ല. അതൊക്കെ ഓൾക്ക് മരിക്കണമായിരുന്നു ഒരാഗ്രഹം, പക്ഷെ പറ്റിയില്ല. വേദന ഉണ്ടാവുമല്ലോ മരിക്കുമ്പോൾ. എന്നിട്ട് ഇതൊക്കെ ഈ പ്രേമത്തിലൊക്കെ അങ്ങനെ തന്നെ തോന്നിവാസം. അതായത് ആളുകൾക്ക് ധാർമ്മികതയോ സത്യസന്ധതയോ ഇല്ല. എത്രയോ കുടുംബങ്ങളിൽ ഇങ്ങനെ ഭാര്യയെ പറ്റിക്കുന്ന ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരെ പറ്റിക്കുന്ന ഭാര്യമാരും ഉണ്ട്. ഒരു നിമിഷം അർദ്ധരാത്രിയിൽ നിന്ന് സൂര്യ ഉദിക്കണം, അപ്പോഴാണ് അറിയുക. ഞാൻ അത് പറയാൻ കാരണം ഞാനത് ചെയ്യലില്ല. കുറുകലൊക്കെ കുറച്ചൊക്കെ അവിടെ ഇവിടെയും പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊരു ബോധം ഇപ്പം നിർത്തി. അതൊക്കെ നമ്മളിപ്പോൾ ഈ മേഖലയിൽ കൂടെ ഒക്കെ കടന്നു പോയത് കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ പറയണത്. ഇതൊക്കെ ഒന്ന് നിർത്തി നന്നാവാൻ നോക്കുക. നന്നായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ആലോചിച്ചോ, നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മളത്രയും സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിട്ട് കൂടി വേറെ രീതിയിലേക്ക് പോകുന്നൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ പടച്ചോ മൃത വിടുമോ? കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, ഗൾഫിൽ നിന്നിട്ട് വെയിലും കൊണ്ട് ചൂടും കൊണ്ട് തണുപ്പ് കയറ്റിട്ട് ലൈഫൊക്കെ കളഞ്ഞു നിൽക്കുന്ന ഒരു ഭർത്താവ് ഗൾഫിലുണ്ടായിരിക്കെ അതിനെ പറ്റിക്കുന്ന ഒരു ഭാര്യ, പടച്ച റബ്ബാണേ. ആരൊക്കെ പുറത്താലും പടച്ചോന് ഓരോ ദുനിയാവിൽ നിന്ന് അവർക്ക് അനുഭവം കൊടുക്കും. ഇങ്ങനെയുള്ള എല്ലാ കള്ളത്തരങ്ങൾക്കും അവസാനം ഉണ്ടാവുക എന്താ പറയുക, ദുർമരണങ്ങളാണ്. ആ മരണങ്ങളാണ് സുനിലക്ക് ഈ സംഭവിച്ചത്. ഇതൊക്കെ നമുക്കൊരു പാഠാവണം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത്തരം സ്വഭാവങ്ങളും ചിന്തകളും നിങ്ങളൊന്നും ആലോചിക്കാം. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് നിങ്ങളുടെ സ്വന്തം പങ്കാളി അറിയാത്ത ഒരു ബന്ധം നിങ്ങൾ വേറൊരു സുഹൃത്തുമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്? അറിയാന്ന് പറഞ്ഞാൽ ആ ബന്ധത്തിൻ്റെ ആഴം. നമ്മൾക്കൊരു നിങ്ങളുടെ ഭർത്താവിന് ഇപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അറിയാം, അതിൻ്റെ പ്രശ്നമല്ല. അറിയാലിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുണ്ടാവും. പക്ഷേ നമ്മുടെ ഭർത്താവിൻ്റെ മുന്നിലും പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബന്ധം നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഒരു സ്ത്രീ മുന്നിൽ എൻ്റെ ഒരു ഫ്രണ്ടായ ഒരു പെണ്ണിനെ ഞാൻ കാണുമ്പോൾ, ഒരു വനിതയെ കാണുമ്പോൾ അവരെ ഭർത്താവ് അവിടെ ഉണ്ടെങ്കിൽ അപ്പോഴും ചിരിക്കാനും സൗഹൃദം പങ്കിടാനുള്ള ബന്ധമാണല്ലോ, അത് ആരോഗ്യകരാണ്. മൂപ്പരില്ലെങ്കിലാണ് ചിരിയും സംസാരം വരണമെങ്കിൽ അതിലെന്തോ ഒരു ഇല്ലീഗലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബന്ധങ്ങളുള്ള ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കരുതിയിരിക്കുക. ലൈഫ് കൊണ്ടുപോയി സ്പോയിൽ ചെയ്യണ്ട. ഈ ലൈഫ് വളരെ ഷോർട്ടാണ്. അത് നല്ല രൂപത്തിൽ ഇതിന് പ്രത്യേകത ഉണ്ട്. നന്മ നമ്മളെ ദുഃഖിപ്പിക്കുകയും തിന്മ നമുക്ക് സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന കാലമാണ്. നല്ലത് ചെയ്താൽ ദുഃഖം, വേണ്ടാത്തതിനോടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശം. അപ്പോഴൊക്കെ ഓർക്കുക, സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ട്. ലൈഫ് സന്തോഷമാണെങ്കിൽ സ്വന്തം പങ്കാളിയോട് വിശ്വാസ്യത ഉണ്ടാവുക, അതാണ് മെയിൻ. അതില്ലാതെ നിങ്ങൾ എത്ര വലിയ, എനിക്കറിയാവുന്ന, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതിനോട് ദേഷ്യം പിടിക്കുക, ഇയാൾ ഉസ്താദുമാരെ, നമ്മളിപ്പോൾ ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? മുസ്ലിങ്ങളാകുമ്പോൾ ഒരു ഉസ്താദുമാർ, മറ്റേ ഹിന്ദുക്കളിലാകുമ്പോൾ ഒരു സന്യാസിമാർ, മറ്റൊരു പള്ളി, ഈ ആളുകൾ മുഴുവനുണ്ടല്ലോ, ആണും പെണ്ണുന്നൊരു വ്യത്യാസമേ ഉള്ളൂ. എത്രയോ എണ്ണം സ്വന്തം പങ്കാളിയെ പറ്റിച്ചിട്ട് മറ്റവരുടെ കൂടെ ഇഴകിച്ചേർന്ന് ഫോൺ വിളിച്ച് ആസ്വദിച്ച് ജീവിക്കുക. എന്നിട്ട് പിടിക്കപ്പെടുമ്പോൾ അങ്ങോട്ട് ഈമാനും ഇസ്ലാമൊക്കെ കൊണ്ട് പറയും ഇതിന് സംശയരോഗമാണ്. എത്ര തവണ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട, കാക്കട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളില്ലാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ നിർഭയം അത് സത്യസന്ധമായിട്ട് പറയണം. നമ്മളുണ്ടെങ്കിൽ നമ്മളിത് പറയില്ലല്ലോ. നമുക്കൊരു മനസ്സാക്ഷിപത്തിന് അറ്റ്ലീസ്റ്റ് എൻ്റെ വൈഫ് ഇത് കാണൂലേ, ആള് ഇവിടെ ഫുൾ ഉടായ്പടത്തിന് വലിയ പ്രസംഗമാണല്ലേന്ന്, പിന്നേക്ക് മറ്റൊന്ന് ജീവിക്കാൻ പറ്റുമോ? ഒരാഴ്ച കഴിഞ്ഞിട്ട് അടിയന്തരമായി ഉണ്ടാവൂലേ? അപ്പോൾ അതിന് ഞാൻ നിൽക്കില്ലല്ലോ. നമ്മൾ ചെയ്യാത്തത് കൊണ്ട്, നമ്മളൊക്കെ ഇല്ലാത്തതുകൊണ്ടും നിർഭയം ഇത് പറയാം. അപ്പോൾ ഒന്ന് ആ സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് നന്നാക്കുക. അപ്പം ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മെയിൻ വിഷയം ഇത് തന്നെയാണ്, വിശ്വാസത ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.